നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മസിൽ കയറ്റം ഉണ്ടാവാറുണ്ടോ? പ്രത്യേകിച്ചും രാത്രി കിടക്കുന്ന സമയത്ത് മസിൽ കയറിയിട്ട് എണീക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ കാലുകൊണ്ട് ഉഴിഞ്ഞ് റെഡിയാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ടോ? ഇത് സാധാരണയായി ഒരുപാട് ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ്. അതായത് രാത്രി കാലങ്ങളിൽ മസിൽ കയറ്റം ഉണ്ടാവുക. മസിൽ കയറ്റം എന്ന് പറഞ്ഞാൽ തുടയുടെ ഭാഗത്തോ അല്ലെങ്കിൽ താഴെ കാലിൻ്റെ ഭാഗത്തോ നല്ല ശക്തമായ മസിൽ കയറുകയും അതുപോലെ കാല് കോടിപ്പോവുകയും ചെയ്യും. അസഹനീയമായ വേദനയാണ്. അപ്പോൾ നമ്മൾ കുറേ പിടിച്ച് ഉഴിഞ്ഞു നോക്കും, കുറേ മസാജ് ചെയ്ത് നോക്കും, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഈ വേദന മാറ്റാനുള്ള ശ്രമമായിരിക്കും. അപ്പോൾ അത്രയും അസഹനീയമായ വേദനയാണ്. ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള സമയം പോലും കിട്ടില്ല, അത്രയും ശക്തമായ വേദനയായിരിക്കും. എന്തുകൊണ്ടാണ് ഈ മസിൽ കയറ്റം വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് അതിന് കാരണം? കാൽഷ്യം, മാഗ്നീഷ്യം, പൊട്ടാഷ്യം ഇതുപോലെയുള്ള സാധനങ്ങളുടെ അഭാവം കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് മസിൽ കയറ്റം ഉണ്ടാവും. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡിൻ്റെ കുറവ് കാരണവും വൈറ്റമിൻ ഇൻ്റെ കുറവ് കാരണവും എല്ലാം മസിൽ കയറ്റം ഉണ്ടാവാം. ന്യൂറോളജിക്കൽ റീസൺ, അത് ന്യൂറോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഞരമ്പിൻ്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ നാഡികളുടെ പ്രശ്നം കൊണ്ട് മസിൽ കയറാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, എന്തുകൊണ്ടാണ് ഈ രാത്രി കാലങ്ങളിൽ മാത്രം മസിൽ കയറുന്നത്? പൊതുവേ രാത്രി കാലങ്ങളിൽ നമ്മൾ മസിൽസ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊതുവേ മസിൽ ഷോർട്ടനിങ് വരും, അതായത് മസിൽ ചുരുങ്ങും. ചുരുങ്ങുന്ന സമയത്ത് പൊതുവേ നോർമലി നമുക്ക് മസിൽ ചുരുങ്ങുകയാണെങ്കിൽ ആ സമയത്ത് അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ നെർവസ് സിസ്റ്റം വഴി ഒരു മെക്കാനിസം ഉണ്ട്. അപ്പോൾ അത് ഈ ഉറക്കത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ രാത്രി കാലങ്ങളിൽ മസിൽ കയറ്റം കൂടുതലായിട്ട് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. എന്തുകൊണ്ടാണ് ഈ മസിൽ കയറ്റം വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് അതിന് കാരണം? എന്തൊക്കെയാണ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുക? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടന്റ് പെയിൻ ഫിഷൻ, കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. എന്താണ് ശരിക്കും മസിൽ കയറ്റം എന്ന് പറയുന്നത്? മസിൽ കയറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി സാധാരണ പോലെ കിടന്നായിരിക്കാം, പെട്ടെന്ന് ഒരു കാച്ചിങ് വരും മസിലിൻ്റെ ഭാഗത്ത്. പ്രത്യേകിച്ചും ഒന്നുകിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കാഫ് മസിൽ, അതായത് മുട്ടിന് താഴെയുള്ള മസിലിൻ്റെ ഭാഗത്താണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ഈ മസിൽ കയറ്റം കാണാൻ പറ്റുക. അപ്പോൾ അത് പെട്ടെന്ന് മസിൽ ടൈറ്റ് ആവുകയും ഉരുണ്ട് കയറുകയും ചെയ്യും. പിന്നെ അത് കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ കാലിൻ്റെ വിരലുകൾ കോടിപ്പോവുകയും അല്ലെങ്കിൽ പാദം താഴോട്ട് വളഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് സാധാരണ മസിൽ കയറ്റം അനുഭവപ്പെടുക. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. മസിൽ കയറ്റം വരാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. നമ്മളെല്ലാവരും ആളുകൾക്കെല്ലാം അതുകൊണ്ടൊരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമാണ്. എന്താണ് കാരണം എന്നറിയാതെ ബുദ്ധിമുട്ടുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് കാരണങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സംഭവം വെള്ളത്തിൻ്റെ അംശം കുറയുന്ന, ഡീഹൈഡ്രേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മസിൽ കയറ്റം ഉണ്ടാവാം. കൂടുതലായിട്ട് വർക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്ന ആൾക്കാർ വെള്ളം കൂടി കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ശരീരത്തിൽ കുറയുകയാണെങ്കിലും ഈ നിർജ്ജലീകരണം കാരണം നമുക്ക് എന്ത് ചെയ്യാം, മസിൽ കയറ്റം അനുഭവപ്പെടാം. അത് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണമാണ്. രണ്ടാമതുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള പല ലവണങ്ങളുടെ അളവ് കുറയുന്നതുകൊണ്ടാണ്. ഏറ്റവും കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ളതായിരിക്കാം കാൽഷ്യത്തിൻ്റെ കുറവ്. കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ, കാരണം കാൽഷ്യം മസിൽസിൻ്റെ പ്രവർത്തനം അത്യാവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് മസിൽ കയറ്റം വരാം. പിന്നെ മഗ്നീഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം ഇതുപോലെയുള്ള സാധനങ്ങളുടെ അഭാവം കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് മസിൽ കയറ്റം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും കോമൺ ആയിട്ടുള്ളൊരു കാരണമാണ്. അതായത് പ്രത്യേകിച്ചും നമ്മളെ ഇതിൽ ചുറ്റുപാടിൽ കാൽഷ്യം പാല് കുടിക്കുന്നതോ അല്ലെങ്കിൽ കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളുടെ അളവ് കുറയുകയും ഓൺലി നമ്മളിപ്പോൾ ഒരു കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ മാത്രം കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഈ ഒരു പ്രശ്നം സാധാരണയായി കാണാറുണ്ട്. ഇതാണ് രണ്ടാമത്തെ കോമൺ ആയിട്ടുള്ള കാരണം മസിൽ കയറ്റം വരാനുള്ളത്. ഇതേ സംഭവം തന്നെ നമ്മൾ ഈ ചില ഡെഫിഷ്യൻസി, അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡിൻ്റെ കുറവ് കാരണവും വൈറ്റമിൻ ഇൻ്റെ കുറവ് കാരണവും എല്ലാം മസിൽ കയറ്റം ഉണ്ടാവാം. കാരണം വൈറ്റമിൻ ഡി കുറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കാൽഷ്യത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഈ മസിൽ കയറ്റം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ചില ഘടകങ്ങൾ, അതായത് ലവണങ്ങളാവാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിറ്റാമിൻ ആവാം, അതിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് മസിൽ കയറ്റം ഉണ്ടാകുന്നതാണ്. ഇത് മാത്രമല്ല നമ്മളെ മസിൽ കയറ്റത്തിൻ്റെ കാരണം. പലപ്പോഴും നമ്മൾ എപ്പോൾ മസിൽ കയറിയാലും കാൽഷ്യം കൊടുക്കുക അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കൊടുക്കുക ഇത്തരത്തിലുള്ള മാത്രം ഒതുങ്ങി പോകാറുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല മസിൽ കയറ്റത്തിൻ്റെ കാരണം, വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ നമ്മളെപ്പോഴും മിസ്സാകുന്ന ഒരു കാരണമാണ് ന്യൂറോളജിക്കൽ റീസൺ. അത് ന്യൂറോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഞരമ്പിൻ്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ നാഡികളുടെ പ്രശ്നം കൊണ്ട് മസിൽ കയറാറുണ്ട്. അപ്പോൾ അത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ നടുവിൻ്റെ ഭാഗമായിട്ട് നടുവിൻ്റെ ഭാഗത്ത് ഞരമ്പ് കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ, നടുവിന് നല്ല കംപ്രഷനായിട്ട് കാലിലേക്കുള്ള നാഡികൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് മസിൽ കയറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഡിസ്ക് പ്രൊലാപ്സ് കാരണമോ അല്ലെങ്കിൽ മറ്റുള്ള കാരണം സ്റ്റിനോസിസ് കാരണമോ നടുവിൻ്റെ ഭാഗത്ത് ഞരമ്പ് അമർന്ന് കിടക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് കാലിൽ മസിൽ കയറ്റം ഉണ്ടാവും. അപ്പോൾ അത് പലപ്പോഴും മറ്റുള്ള നടുവേദനയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അത് അവർക്ക് മസിൽ വേദന
മസിൽ കയറ്റവും സ്ഥിരമായിട്ട് പെർസിസ്റ്റ് ചെയ്യും. അപ്പോൾ അത് കാരണം ആ ഒരു നെർവിൻ്റെ ഡിസ്ഫങ്ഷൻ കാരണം നമുക്ക് ആ മസിൽസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമാണ് അവിടെ മസിൽ കയറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ മസിൽ കയറ്റം ഞരമ്പിൻ്റെ പ്രശ്നം കൊണ്ട് ഞരമ്പിൻ്റെ അസുഖം കൊണ്ട് ചിലപ്പോൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണവും ഞരമ്പിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള അസുഖത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഞരമ്പിനെ ബാധിക്കുന്ന ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നെർവിന് ഡാമേജിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടും മസിൽ കയറ്റം വരാം. അപ്പോൾ ഇതെല്ലാം നെർവിന് പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നാഡീ വ്യവസ്ഥയ്ക്കുള്ള പ്രശ്നങ്ങൾ കാരണം നമുക്ക് മസിൽ കയറ്റം ഉണ്ടാവും. അപ്പോൾ അത് ഒരു കാരണമായിട്ട് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ്. പിന്നെ ഉള്ളത് നമ്മളെ രക്തോട്ടത്തിൻ്റെ പ്രശ്നമാണ്. രക്തോട്ടം എന്ന് പറഞ്ഞാൽ കാലിലേക്കുള്ള രക്തോട്ടം കുറവുള്ള ആളുകളിൽ, അപ്പോൾ പ്രധാനമായ രക്തധമനികളിൽ രക്തോട്ടം കുറഞ്ഞത് കൊണ്ട് കാലിലേക്കുള്ള രക്തോട്ടം കുറയ്ക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ മസിൽ കയറ്റം ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ വരിക്കോസ് വെയിനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് രക്തം കെട്ടിക്കിടന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ടും മസിൽ കയറ്റം ഉണ്ടാവും. ഇതെല്ലാം പല തരത്തിലുള്ള, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഒന്ന് വെള്ളത്തിൻ്റെ അംശത്തിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ ശരീരത്തിൽ ആവശ്യമുള്ള ലവണത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ന്യൂറോളജിക്കൽ ഡിസ്ഫങ്ഷൻ കാരണം ഉണ്ടാവാം, അതല്ലെങ്കിൽ രക്തോട്ടം കുറയുന്നതുകൊണ്ടുണ്ടാവാം. അപ്പോൾ ഇത് 4 കാരണങ്ങൾ കൊണ്ടും നമുക്ക് എന്തുണ്ടാവാം, മസിൽ കയറ്റം ഉണ്ടാവാം. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക? ഈ ഓരോ കാരണങ്ങളും നമ്മൾക്കുള്ള കാരണം എന്താണ് നമ്മൾ കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചിട്ട് കിടക്കുക, അതായത് വെള്ളത്തിൻ്റെ അംശം കുറവുള്ള ആൾക്കാർക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആളുകൾ വെള്ളം കൂടുതലായിട്ട് കുടിക്കാനും അതുപോലെ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കിടക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് നമുക്ക് ഈ ലവണത്തിൻ്റെ കുറവുകളാണ്. അപ്പോൾ നമുക്ക് ഈ സാധാരണ കുറവുണ്ടാകുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മഗ്നീഷ്യം, കാൽഷ്യം, പൊട്ടാഷ്യം പോലെയുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ റെഗുലറായിട്ട് നമ്മളെ ഡയറ്റിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ചും നേന്ത്രപ്പഴം, നാരങ്ങാ നീര് അടങ്ങിയ അല്ലെങ്കിൽ നാരങ്ങ ജ്യൂസ്, ഫ്രൂട്ട്സ് അടങ്ങിയ സാധനങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാം. ഇലക്കറികൾ, അതുപോലെ മുട്ട, പാല് പോലെയുള്ള സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ലവണങ്ങൾ കൂടുതലായിട്ട് കിട്ടും. പിന്നെ നമുക്കതിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ന്യൂറോളജിക്കൽ സംബന്ധം അത് കൃത്യമായിട്ട് കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ നെർവ് സംബന്ധമായ മെഡിസിൻ എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഈ കാൽഷ്യവും കാര്യങ്ങളെല്ലാം കഴിച്ചാലും മാറാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും, മസിൽ കയറ്റം മാറാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാർക്ക് നെർവിൻ്റെ പ്രശ്നം മാറ്റുന്ന രീതിയിലുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ ഇതിന് മാറ്റം കാണാറുണ്ട്. അപ്പോൾ നെർവിൻ്റെ പ്രശ്നത്തിലുള്ള മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ ഈ മസിൽ കയറ്റം നിൽക്കാറുണ്ട്. പിന്നെ ഉള്ളത് രക്തോട്ടത്തിനാണ്. രക്തോട്ടത്തിൻ്റെ പ്രശ്നമുള്ള ആളുകൾ പ്രത്യേകിച്ചും രക്തക്കൊഴൽ ബ്ലോക്കോ കാര്യങ്ങളുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളായ പുകവലി, ഹൈ കൊളസ്ട്രോൾ ആയിട്ടുള്ള ആൾക്കാർ, അത്തരത്തിലുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ കൂടുതൽ രക്തോട്ടത്തിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസ് ആഡ് ചെയ്യാം. പിന്നെ ഉള്ളത് വെരിക്കോസ് വെയിൻ്റെ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോന്നും വേറെ വേറെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമല്ല മസിൽ കയറ്റം എന്നുള്ളത് മനസ്സിലാക്കുകയും അത് എന്തുകൊണ്ടാണ് കാരണം എന്നുള്ള ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുക. അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടത് മസിൽ കയറ്റം മാറ്റിയെടുക്കാൻ പറ്റും. മസിൽ കയറ്റം വരുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, എന്തുകൊണ്ടാണ് ഈ രാത്രി കാലങ്ങളിൽ മാത്രം മസിൽ കയറുന്നതെന്നുള്ളത്. പൊതുവേ രാത്രി കാലങ്ങളിൽ നമ്മൾ മസിൽസ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊതുവേ മസിൽ ഷോർട്ടനിങ് വരും, അതായത് മസിൽ ചുരുങ്ങും. ചുരുങ്ങുന്ന സമയത്ത് പൊതുവേ നോർമലി നമുക്ക് മസിൽ ചുരുങ്ങുകയാണെങ്കിൽ ആ സമയത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ നെർവസ് സിസ്റ്റം വഴി ഒരു മെക്കാനിസം ഉണ്ട്. അപ്പോൾ അത് ഈ ഉറക്കത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ രാത്രി കാലങ്ങളിൽ മസിൽ കയറ്റം കൂടുതലായിട്ട് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കിടക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. കഴിയുന്നതും കാലിൻ്റെ പൊസിഷൻ നമ്മൾ ഈ താഴോട്ട് മടങ്ങിപ്പോകുന്നതാണ് എപ്പോഴും വരാനുള്ള കാരണം. അപ്പോൾ കുറച്ച് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള, അതുപോലെ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കാല് സ്ട്രെച്ച് ചെയ്തിട്ട് കിടക്കുക. സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാല് നീട്ടി വെച്ചിട്ട് നമ്മൾ പാദം മേലോട്ട് വലിച്ചിട്ട് കാലിൻ്റെ കാഫ് മസിൽസ് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ മസിൽ കയറ്റം ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണോ കാരണം അത് കണ്ടെത്തി മാറ്റുകയും അതിൻ്റെ കൂട്ടത്തിൽ ഈ വെള്ളം കുടിക്കുകയും അതുപോലെ ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസിൽ കയറ്റത്തിൻ്റെ ഒരു പ്രശ്നം ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. നന്ദി.